പുതിയ DGP റവാഡ ചന്ദ്രശേഖറെ ന്യായീകരിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. റവാഡയ്ക്ക് കൂത്തുപറമ്പ് വെടിവയ്പിൽ പങ്കില്ല. DGP നിയമനത്തിൽ പാർട്ടി ക്ലീൻ ചിറ്റ് നൽകേണ്ട കാര്യമില്ലെന്നും ആവശ്യമില്ലാതെ പ്രശ്നമുണ്ടാക്കാൻ ശ്രമം നടക്കുകയാണെന്നും ഗോവിന്ദൻ കൊച്ചിയിൽ പറഞ്ഞു. വിശദാംശങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, യഥാർത്ഥത്തിൽ ഇത് P ജയരാജനുള്ള മറുപടിയാണ്. P ജയരാജനാണ് ഈ കൂത്തുപറമ്പ് വെടിവയ്പ് പ്രശ്നം റവാഡ ചന്ദ്രശേഖറുമായുള്ള ഈ DGP നിയമനവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടിയിൽ കൂത്തുപറമ്പ് മുന്നോട്ട് വച്ചത്. യഥാർത്ഥത്തിൽ P ജയരാജനുള്ള മറുപടി കൂടിയാണ് ഗോവിന്ദനിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. വിവരങ്ങൾ നീലിമ, MV ഗോവിന്ദൻ നിലവിൽ ഈ റവാഡ ചന്ദ്രശേഖരുടെ നിയമനത്തെ അതിനെ ന്യായീകരിച്ചുകൊണ്ട് തന്നെയാണ് നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്. DGP ആയിട്ട് റവാഡ ചന്ദ്രശേഖറിനെ നിയമിച്ചതിൽ ആവശ്യമില്ലാതെ ചിലർ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. കൂത്തുപറമ്പ് വെടിവയ്പിൽ റവാഡയ്ക്ക് പങ്കില്ല. ഒപ്പം തന്നെ ഇത്തരത്തിൽ DGP നിയമനത്തിൽ അത് സർക്കാരാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. പാർട്ടി ക്ലീൻ ചിറ്റ് നൽകേണ്ട ഒരു സാഹചര്യം ഈ ഒരു ഘട്ടത്തിൽ ഇല്ല എന്നുള്ളതാണ് MV ഗോവിന്ദൻ മാസ്റ്ററുടെ നിലപാട്. മെച്ചപ്പെട്ട ആളായത്, അതായത് ഒരു മെറിറ്റ് അടിസ്ഥാനത്തിലാണ് സർക്കാർ മാനദണ്ഡ പ്രകാരം DGP നിയമനം നടത്തിയത്. റവാഡ മെച്ചപ്പെട്ട ആളായതുകൊണ്ട് DGP ആയിട്ട് സർക്കാർ അവരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. കമ്മീഷൻ അന്വേഷണത്തിൽ, അതായത് കൂത്തുപറമ്പ് വെടിവയ്പുമായി ബന്ധപ്പെട്ട് കോടതിയുടെ അതോടൊപ്പം തന്നെ കമ്മീഷന്റെ എൻക്വയറിയുടെ അടിസ്ഥാനത്തിൽ ഒഴിവാക്കപ്പെട്ട വ്യക്തി കൂടിയാണ് ഈ പറയുന്ന റവാഡ ചന്ദ്രശേഖർ. P ജയരാജന്റെ പ്രതികരണത്തെയും അതിന് അനുകൂലം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു മറുപടി കൂടി MV ഗോവിന്ദൻ നൽകുകയും ചെയ്തിട്ടുണ്ട്. P ജയരാജൻ പറഞ്ഞത് സർക്കാർ തീരുമാനിക്കട്ടെ എന്നാണ്. അതിൽ കൂടുതലായിട്ടൊന്നും തന്നെ ജയരാജൻ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് MV ഗോവിന്ദൻ പറയുന്നത്. എന്തായാലും ഈ കൂത്തുപറമ്പ് വെടിവയ്പ്പിന് ഉത്തരവിറക്കിയ ഉദ്യോഗസ്ഥനെ തന്നെ പിന്നീട് DGP നിയമനത്തിൽ കൊണ്ടുവരുന്നതിൽ വലിയ രീതിയിലുള്ള ആക്ഷേപം ഉയരുന്നുണ്ട്. പക്ഷെ അത് പ്രത്യക്ഷത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതികരണത്തിലേക്ക് കടക്കാനായിട്ട് MV ഗോവിന്ദൻ തയ്യാറായില്ല. മറിച്ച് P ജയരാജൻ സർക്കാർ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞു. അത് മാത്രമാണ് ഉള്ളത് എന്നുള്ളതാണ് നിലവിൽ പറയുന്നത്. അതുകൂടാതെ തന്നെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ മറ്റു ചിലർ ഉണ്ടാക്കുകയാണ്. അല്ലാതെ സർക്കാർ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ നിശ്ചയിച്ചുള്ള ഒരു വ്യക്തിയെ അയാൾക്ക് ക്ലീൻ ചിറ്റ് നൽകേണ്ട കാര്യം പാർട്ടിക്കില്ല എന്നുള്ളതാണ് MV ഗോവിന്ദൻ കൊച്ചിയിൽ പറഞ്ഞിട്ടുള്ളത്. ശരി, രേഷ്മയാണ് വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത്.